IMUCET എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് കൂണ് പോലെയാണ് പൊട്ടിമുളച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. IMUCET എക്സാമിന് ഇതിന് മാത്രം പൈസ മുടക്കി ഒരു കോച്ചിങ്ങിന്റെ ആവശ്യകത ഉണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. IMUCET എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റോ കീമോ അല്ലെങ്കിൽ IIT എക്സാം പോലെയുള്ള JEE എക്സാം പോലുള്ള ഒരു ടഫ് ആയിട്ടുള്ള ഒരു എക്സാം നമുക്ക് പറയാൻ സാധിക്കില്ല. IMUCET എക്സാം എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് പറഞ്ഞ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മർച്ചന്റ് നേവിയിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ എൻട്രി ലെവൽ എക്സാം ആണ് ഈ ഒരു IMUCET എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ ഇപ്പോൾ എല്ലാവരും ഒരു ബിസിനസ് വൽക്കരിച്ചുകൊണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈയിടെയായിട്ട് കേരളത്തിൽ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിലും ഒരുപാട് IMUCET ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. ഈവൻ ഞാൻ 2021 IMUCETയുടെ ഒരു കോച്ചിങ് സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫീസിലാണ് നമ്മളിപ്പോഴും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്ത് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് 80,000 1,00,000 രൂപയൊക്കെ ഫീസ് വാങ്ങുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി ഇതിൽ പോകുന്നത് വർത്താണോ? ബേസിക്കലി ഞാൻ എപ്പോഴും ഞാൻ എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ഇത് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ബേസിക് ഐഡിയ തരാം. ഈ IMUCET എക്സാം അല്ലെങ്കിൽ ഈ ഒരു സ്പോൺസർഷിപ്പ് എന്താണെന്നുള്ള കാര്യവും ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് IMUCET എക്സാമിനേക്കാളും കൂടുതൽ എങ്ങനെയെങ്കിലും ഒരു മർച്ചന്റ് നേവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബേസിക് ആയിട്ട് എൻ്റെ അറിവിൽ വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ഒരു നോളജിൽ വേണ്ടത് നിങ്ങൾക്കൊരു നല്ല ഷിപ്പിംഗ് കമ്പനിയുടെ സ്പോൺഷിപ്പാണ്. സ്പോൺഷിപ്പ് ഇല്ലാണ്ട് നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, IMUCET എക്സാം നിങ്ങൾക്ക് റാങ്ക് കുറച്ച് ബാക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഷിപ്പിംഗ് കമ്പനിയുടെ സ്പോൺഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ജോലി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വരുന്നവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വരുന്നവർ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സ്പോൺഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് IMUCET എക്സാമിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ട് നിങ്ങൾ ഒരു സ്പോൺഷിപ്പും ഇല്ലാണ്ട് IMUCET എക്സാമിന് 1000 റാങ്ക് 2000 റാങ്ക് എടുത്തെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഭയങ്കരമായ ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. IMUCET എക്സാം ഫോക്കസ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, നിങ്ങൾ IMUCET എക്സാമിന് ഫോക്കസ് ചെയ്യണം. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലപോലെ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് സ്പോൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു IMUCET എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലതായിട്ട് സ്പോൺഷിപ്പിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. സ്പോൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വരാവുള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു 80,000 1,00,000 രൂപയൊക്കെ കൊടുത്ത് ഈ ഒരു കോച്ചിങ് സെന്ററുകളിലൊക്കെ ചേരണോ? ഈ ഒരു കോച്ചിങ് സെന്റേഴ്സിന് IMUCET എക്സാമിനെ പറ്റി നല്ലൊരു ബേസിക് ഐഡിയ ഉണ്ടോ, അല്ലെങ്കിൽ മർച്ചന്റ് നേവിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുക. അതിനുശേഷം മാത്രം നിങ്ങളൊരു എൻട്രൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ കൂടിക്കോ.